ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ലുലു മാളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഔട്ടിങ് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ വീട്ടിൽ അൽത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ നമ്മളെ ഏതടക്കം എവിടെയെങ്കിലും കൊണ്ടുപോയിഞ്ഞാന്നും പറഞ്ഞിട്ട് ഏകദേശം എൻ്റെ ഒരു വേർഷനാണ് കേട്ടോ അവന്. എന്നെപ്പോലെ തന്നെയാണ് എല്ലാ ഫുഡ് ടേസ്റ്റും എനിക്ക്. പിന്നെ അതുപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് എനിക്ക് വീട്ടിലിരിക്കുന്നതിന് ഇഷ്ടം പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്താൽ മടുപ്പുണ്ടാവാത്ത ഒരാളാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് ദൂരം പോയാലും വീണ്ടും യാത്ര ചെയ്യാൻ ആ ഒരു മടുപ്പോ ക്ഷീണമോ ഒന്നും എനിക്കുണ്ടാവലില്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് അവനും. അപ്പോൾ അവന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ ലുലു മാളിലോട്ട് പോവാണ്. പിന്നെ ഒന്ന് ഫുഡ് കഴിക്കാനും പോകണം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ടായിരിക്കും കേട്ടോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് നോക്കാം അതെല്ലാം. അപ്പോൾ നമ്മളിതാ ലുലു മാളിലെത്തി. അപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാളിലോട്ട് നടക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് മുകളിലത്തെ ഫ്ലോറിലോട്ടാണ്. ഏറ്റവും മുകളിലാണല്ലോ പ്ലേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവനെ അവിടെ ഒന്ന് കുറച്ച് നമ്മൾ റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ എന്താകണം, റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ പോകും. പക്ഷെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഉമ്മയും അൽത്തും കൂടി ഇതാ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. സ്പീഡാക്കൂലേ? അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ ഞാൻ കുക്കീസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെപ്പോനോട് പറഞ്ഞിട്ടുണ്ടായി, ഇപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കുക്കീസും വാങ്ങിച്ച് അങ്ങനെ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ ചെപ്പം മീനെ വിളിക്കുന്ന കോഴിയമ്മ എന്നാട്ടോ. കാരണം ഉമ്മച്ചിക്ക് കുറേ കോഴികളുണ്ട്, ഒരു 10-11 കോഴികളുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നത് ഉമ്മച്ചീനെ കോഴിയമ്മ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് കേട്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young.
അപ്പം നമ്മളിതാ കുബാബയിലെത്തിയിട്ട് ഇവിടുത്തെ മന്തി നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. മന്തിയാണല്ലോ നമ്മുടെ ഇന്നത്തെയും ദേശീയ ഭക്ഷണം. എപ്പോഴും എൻ്റെ ഫേവറേറ്റാണ്, എനിക്ക് കൂടുതലിഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും അവർ സീറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ വിളിക്കും കേട്ടോ. അപ്പോൾ വൈബും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പേഴ്സണലി എനിക്ക് ഇഷ്ടം ഇത് തന്നെ. നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് തീർന്നതുകൊണ്ട് ബീഫ് പൊളിയാണ്. അത് കഴിഞ്ഞാലും ചിക്കൻ്റെ ബീഫിന് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഇവരുടെ സ്പെഷ്യൽ അൽഫാം തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ അൽഫാമൊക്കെ വന്ന് കണ്ടിട്ട് തന്നെ ആക്ച്വലി കൊതിയാവുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കിത് കഴിക്കാൻ തോന്നുമായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ശരിക്കും മൊത്തം കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ചെപ്പുതാ ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് ടൈമൊക്കെ. പക്ഷെ എന്നിട്ടും ഇവിടെ തിരക്കുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.